ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി കപ്പപ്പുഴുക്കാണ്. വളരെ രുചികരമായി ഒരു വെറൈറ്റി രുചിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നിങ്ങളിതുപോലെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കൂ. അവർക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 500 ഗ്രാം കപ്പ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ഓട്ടയുള്ള പാത്രത്തിൽ വെച്ച് വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കര അച്ചാണ്. ഞാനിവിടെ ഒരു 3 ശർക്കര അച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. മണ്ണും പൊടിയും ഒന്നുമില്ലാത്ത ശർക്കരയാണ്. ക്ലീൻ ചെയ്ത ശർക്കര നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിലേക്ക് കൊള്ളി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ശർക്കര അച്ചൊക്കെ ഒന്ന് താഴ്ത്തി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, കൊള്ളി ഒക്കെ നീക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിയിലേക്ക് ശർക്കര നന്നായി നീക്കി വെച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 6 വിസിൽ നമുക്ക് അടിക്കുമ്പോഴേക്കും നമ്മുടെ കൊള്ളി നന്നായിട്ട് വെന്ത് വരും. നമ്മുടെ ഈ കൊള്ളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നു. ഞങ്ങളുടെ നാട്ടിൽ കൊള്ളി, കപ്പ, പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയും കേട്ടോ. നിങ്ങളുടെ അവിടെ എന്താ പറയുക, ഒന്ന് കമൻ്റ് അയച്ചേക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേങ്ങ ചിരവിയതാണ്. തേങ്ങ ചിരവിയതിൻ്റെ കൂടെ ഞാൻ ഒരു കച്ച് ശർക്കരയും കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിലൂടെ കുറച്ച് ഏലക്കാപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ശർക്കര പൊടിച്ചതും ഒരു 3 ഏലക്കായ എടുത്ത് പൊടിച്ചതും കൂടി ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. വളരെ രുചികരമായ ഒരു കപ്പയാണിത്. നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കപ്പ വെന്ത് കഴിയുമ്പോൾ വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് വറ്റിച്ചെടുക്കാം. വെള്ളത്തോടക്കനെ ഇതുപോലെ തേങ്ങ ഒക്കെ ശർക്കര പൊടിച്ചതും എല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് വരും. കഴിക്കാൻ വളരെ രുചിയാണ്. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.